നിധിധ്യാസനം പ്രക്രിയ ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രവണം, മനനം, നിധിധ്യാസം. നിധിധ്യാസം തന്നെയാണ് നിധിധ്യാസനം. ഇവ ജ്ഞാനവിധാനമാണ്. അനേക സന്ദർഭങ്ങളിൽ ഈ ജ്ഞാനവിധാനത്തെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും സ്പഷ്ടമായി നമുക്ക് കാണാൻ കഴിയുന്നത് ബൃഹദാരണ്യക ഉപനിഷത്തിലാണ്. അവിടെയാണ് ആത്മാവാരേ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ എന്ന് ഉപദേശിക്കുന്നത്. അല്ലയോ പ്രിയപ്പെട്ടവളെ, ആത്മാവ് ദർശിക്കപ്പെടേണ്ടതാകുന്നു, സാക്ഷാത്കരിക്കപ്പെടേണ്ടതാകുന്നു. അതിനായിക്കൊണ്ട് കേൾക്കപ്പെടേണ്ടതാണ്, മനനം ചെയ്യപ്പെടേണ്ടതാണ്, നിധിധ്യാസം ചെയ്യപ്പെടേണ്ടതാണ്. ഇതാണ് മന്ത്രം. അപ്പൊ അവിടെ ശ്രവണം എന്ന് പറയുമ്പോൾ ശ്രവണം എന്ന് പറയുമ്പോൾ തത്വബോധകങ്ങളായ ഉപദേശങ്ങളെ, വാക്യങ്ങളെ സ്വാനുഭൂതി സമ്പന്നനായ ഗുരുനാഥനിൽ നിന്ന് സാധനാസമ്പന്നനായ ശിഷ്യൻ ശ്രവിക്കുന്നതാണ്. ഇവിടെ പുല്ലിംഗം പറഞ്ഞതുകൊണ്ട് ആണ്, പെണ്ണ്, നപുംസകം ഇത്യാദി ഭേദങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കുക. മനുഷ്യൻ എന്നേ അർത്ഥമുള്ളൂ. അപ്പൊ സ്വാനുഭൂതി സമ്പന്നനായ ഗുരുവിൽ നിന്ന് സാധനാസമ്പന്നനായ ശിഷ്യൻ പാരമാർത്ഥികമായ സത്യത്തെക്കുറിച്ച് കേൾക്കുന്നതാണ് ശ്രവണം. അപ്പൊ കേൾക്കാൻ നേരത്തെ പറഞ്ഞു സാധനാസമ്പന്നനായിരിക്കണം. ഈ സാധനാസമ്പത്തിയിൽ ഏറ്റവും പ്രധാനം, ഒരു സംശയമില്ലാതെ പറയാം, ശ്രദ്ധയാണ്. വിവേകം വേണം, വൈരാഗ്യം വേണം, ശമം, ദമം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം, മുമുക്ഷുത്വം, ഈ 9 സാധനകളും വേണം. വേണ്ടെന്ന് പറയുന്നില്ല. എന്നാൽ ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം ശ്രദ്ധയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്, ശ്രദ്ധാവതാമേവ സതാം പുമർത്ഥ സമീരിത സിദ്ധ്യതിനേതരേഷാം. ശ്രദ്ധയുള്ള സത്തുക്കൾക്കാണ് ശാസ്ത്രപ്രതിപാദിതമായ സത്യം പ്രകാശിക്കുന്നത്, അല്ലാത്തവർക്കല്ല എന്ന്. ശ്രദ്ധയാണ് മുഖ്യം. ഭഗവാൻ പറയണില്ലേ, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവൻ ജ്ഞാനത്തെ നേടുന്നു. ശ്രദ്ധയാണ് മുഖ്യം. മറ്റെല്ലാ സാധനം ഉണ്ടെങ്കിലും ശ്രദ്ധ ഇല്ലെങ്കിൽ ഒക്കെ നഷ്ടമാവും. വേറെ ഏത് സാധനയിൽ അല്പം കുറവുണ്ടെങ്കിലും ശ്രദ്ധ ഉണ്ടെങ്കിൽ ഒക്കെ നേരെയായിക്കോളും. ശ്രദ്ധ മുഖ്യം. ശ്രദ്ധ ഗുരുശാസ്ത്ര വാക്യങ്ങളിലുള്ള സത്യത്വ ബുദ്ധിയാണ്. ശ്രദ്ധ ഗുരുശാസ്ത്ര വാക്യങ്ങളിലുള്ള സത്യത്വ ബുദ്ധിയാണ്. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണം സാ ശ്രദ്ധാ കഥിതാ സദ്ഭി യയാ വസ്തുപലഭ്യതേ. ശാസ്ത്രത്തിൻ്റെയും ഗുരുവിൻ്റെയും വാക്യങ്ങളെ സത്യത്വ ബുദ്ധിയോടുകൂടി സ്വീകരിക്കുന്നതാണ് ശ്രദ്ധ. അങ്ങനെ ശ്രവിച്ചു. മനുഷ്യൻ യുക്തിബോധമുള്ളവനാണ്, യുക്തിബോധം വേണം. അതുകൊണ്ട് ശ്രവിച്ചതിനെ അനേക യുക്തികളെ കൊണ്ട് വിചാരം ചെയ്യണം, തിരിച്ചും മറിച്ചും. അങ്ങനെ യുക്തിപൂർവം വിചാരം ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ പെരുകും ഉള്ളിൽ. ഒരു വേള ശാസ്ത്രത്തെയും ഗുരുവേയും ഒക്കെ നമ്മൾ ചോദ്യം ചെയ്തെന്ന് വരും ഒരു വേള. എന്നാൽ ശ്രവണമനനങ്ങളെ തന്നെ തുടർന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ, ക്രമേണ നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കും. ഗുരുവിൽ നിന്ന് ലഭിക്കും, ശാസ്ത്രത്തിൽ നിന്ന് ലഭിക്കും, ശാസ്ത്രശ്രവണജന്യമായ ബുദ്ധിയിൽ നിന്ന് ലഭിക്കും.
അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുക? താഭ്യാം നിർവിചികിത്സേർത്ഥേ ചേതസസ്ഥാപിതസ്യ യത് ഏകതാനത്വമേദദ്ധി നിദിധ്യാസനമുച്യത്തെ. വിദ്യാരണ്യ സ്വാമികൾ പറഞ്ഞു തരും. താഭ്യാം നിർവിചികിത്സേ അർത്ഥേ സ്ഥാപിതസ്യ ചേതസഃ. അവ രണ്ടിനെ കൊണ്ട് സംശയരഹിതമായ പദത്തിൽ പ്രതിഷ്ഠിതമായ മനസ്സിന്റെ, അവ രണ്ടിനെ കൊണ്ടെന്ന് പറഞ്ഞാൽ ഏത് രണ്ടിനെ കൊണ്ട്? ശ്രവണത്തെ കൊണ്ടും മനനത്തെ കൊണ്ടും സംശയരഹിതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന മനസ്സിന്റെ ഏകതാനത്വം, ഒരൊറ്റ ഏകതാനമായ ഏകാഗ്രതമമായ ഇരിപ്പിന് പറയുന്ന പേരാണ് നിധിധ്യാസനം. അപ്പോ ഇവിടെ ചോദ്യം, നിധിധ്യാസന പ്രക്രിയ എന്താണെന്ന് ചോദിച്ചാൽ ശ്രവണമനനങ്ങളെ തുടരുക. അങ്ങനെ സംശയം നീങ്ങും വരെ ശ്രവണമനനങ്ങളെ തുടരുക. അപ്പോ എന്തായി? നിധിധ്യാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഏകാഗ്രതമമായി ധ്യേയ വസ്തുവിൽ മനസ്സുറയ്ക്കും. അതാണ്.